ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇവനെന്തിനാണ് ഈ വെറും ചോറ് വിളമ്പിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അതൊന്നുമല്ല, നമ്മുടെ കറി അകത്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കറി വരുന്നത് വരെ നമുക്ക് ഈ ചോറ് എടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എഗ്ഗ് മസാലയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യേ എഗ്ഗ് മസാലയാണ്. അങ്ങനെയല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ് എഗ്ഗ് മസാല. സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഇത് കുറേ ആളുകൾക്ക് ഉപകാരപ്പെടും. ആരൊക്കെയാണ് കുറേ ആളുകൾ? ഹോസ്റ്റലിൽ നിൽക്കുന്നവർ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഓഫീസിലേക്ക് ഇറങ്ങാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ക്വിക്കായിട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവും. അതേപോലെ തന്നെ ഭർത്താക്കന്മാരോട് കുക്ക് ചെയ്യാൻ അറിയാമെന്ന് കള്ളം പറഞ്ഞ് ചില ഭാര്യമാർ അടുക്കളയിൽ കിടന്ന് വേർക്കുന്നുണ്ടാവും. അവർക്കും ഇത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ എങ്ങനെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മുട്ട മസാലയാണ്. അതിനുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. മുട്ട മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 7 മുട്ട, 3 സവാള, 1 തക്കാളി, 3 പച്ചമുളക്, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂണ് കാശ്മീരി ചില്ലി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് എണ്ണ, കടുക്, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിതാ അടുപ്പ് കത്തിക്കാം. കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായ ശേഷം 1/2 സ്പൂൺ കടുക് ഇടുക. കുറച്ച് കറിവേപ്പില ഇടുക. കടുക് പൊട്ടിയ ശേഷം ഇതാ ഇഞ്ചി വെളുത്തുള്ളിയും 1 സ്പൂണ്, കുറച്ച് പച്ചമുളക്, അതൊന്ന് ചൂടാവട്ടെ. ചൂടായ ശേഷം കുറച്ച് സവാള, 3 സവാള അരിഞ്ഞത് ഇടുക. സവാള കുറച്ച് ബ്രൗൺ കളർ ആവണം, അതുവരെ കുറച്ച് വഴറ്റുക. നമ്മൾ ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ പത്തിരിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. നല്ലോണം വഴങ്ങിയ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. 2 സ്പൂണ് കാശ്മീരി ചില്ലി ഇടുക. ഒരു സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല. നല്ലോണം ഇളക്കുക. ആവശ്യത്തിന് കുറച്ച് ഉപ്പ്. ഇത് സിമ്പിളായിട്ടുള്ള മുട്ട റോസ്റ്റാണ്. ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഈ മുളകിൻ്റെയൊക്കെ പച്ചമണം മാറിയ ശേഷം നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഇടുന്ന 1 തക്കാളിയാണ്. കുറച്ച് അടച്ച് വയ്ക്കാം. കുറച്ച് നേരം തക്കാളി ഒന്ന് ഇതാവുന്നവർക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഇതായിട്ടുണ്ട്. എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഇത് ഉണ്ടാക്കിയ കാലി അവിടെ നിന്ന് അറിയില്ല. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നന്നായിരിക്കും ഇത്. കുറച്ച് വെള്ളം ഒഴിക്കും.
ഉപ്പ് ടേസ്റ്റ് നോക്കണം കേട്ടോ. ഉപ്പ് പോരെങ്കിൽ കുറച്ചിടുക. വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പൊക്കെ നോക്കുക. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. വേറെ ഒന്നും ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നോക്കുക, തുറക്കുക, മുട്ടയെടുത്ത് വേവിക്കുക, മുട്ട മസാല ഉണ്ടാക്കാം. നമുക്കൊന്ന് അടച്ച് വയ്ക്കും കുറച്ച് നേരം. നമുക്ക് തുറന്ന് നോക്കാം. മുട്ടയിൽ നമ്മൾ ഓരോന്ന് ഉള്ളിൽ മസാല പോവാൻ മസാലയൊക്കെ പോകണ്ടേ ഉള്ളിൽ, അതുകൊണ്ട് ഫോർക്കോട്ട് കുത്തും. നല്ലോണം ഇളക്കിയ ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നോക്കുക. ഒന്ന് തുറന്ന് നോക്കിയ ശേഷം ഒന്ന് കറിവേപ്പില ഇടാൻ പോകുന്നു കുറച്ചും കൂടി. സ്വാദിഷ്ടമായ മുട്ട മസാല റെഡി.